തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറുക, ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുക, അതെത്രയോ ഭാഗ്യകരമായൊരു പദവിയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന അതിമനോഹരമായ ശ്രേഷ്ഠമായൊരു പദവിയാണ് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറുക. നാം യഹോവയുടെ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നാം കാൽവരി മലയെക്കുറിച്ച്, മോറിയ പർവ്വതത്തെക്കുറിച്ച് ചിന്തിച്ചു. മോറിയ പർവ്വതം, കാൽവറി മല, സീനായി മല, ഹോരേവ് പർവ്വതം, നാം അത് ചിന്തിച്ചു. സീനായി മല അല്ലെങ്കിൽ ഹോരേവ് പർവ്വതം നാം ചിന്തിക്കുകയുണ്ടായി. നാം ഒലിവ് മലയെക്കുറിച്ച് ചിന്തിച്ചു. നാം കർമ്മേൽഗിരിയെക്കുറിച്ച് ചിന്തിച്ചു. നാം താബോർ മലയെക്കുറിച്ച് ചിന്തിച്ചു. നാം നെബോ പർവ്വതത്തെക്കുറിച്ച് ചിന്തിച്ചു. നാം പിന്നീട് ചിന്തിച്ചത് ഹോർ പർവ്വതത്തെക്കുറിച്ചാണ്. പർവ്വതങ്ങൾ ഓരോന്ന് ഓരോ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ കൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ സത്യങ്ങൾ, വചന രഹസ്യങ്ങൾ, ആത്മാവിൻ്റെ അനുഗ്രഹീതമായ ദിവ്യമായ മർമ്മങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും എന്തൊരു അനവദ്യമോഹനമായ ഗാംഭീര്യമാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തൊരു ആത്മീയ സംസ്കാരമാണ് നമുക്ക് ലഭിക്കുന്നത്, ഒരു ആത്മീയ സുബോധമാണ് നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഭാഗ്യശാലികളാണ്. വചനം നമുക്ക് മനസ്സിലാകുന്നു, വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നു, വചനത്തിൻ്റെ പൊരുൾ നമുക്ക് തിരിച്ചു കിട്ടുന്നു. പണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഷണ്ണൻ. എത്യോപ്യക്കാരൻ ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വന്ന് മടങ്ങിപ്പോകുമ്പോൾ ദൈവാത്മാവ് നിർദ്ദേശിച്ചതുകൊണ്ട്, നിയോഗിച്ചതുകൊണ്ട് സുവിശേഷകനായ ഫിലിപ്പോസ് ചേർന്ന് നടന്നു. അന്ന് ഈ ദൈവപുരുഷൻ ഫിലിപ്പോസ് ആ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഫിലിപ്പിയൻ ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരങ്ങനെയാണ്, വായിക്കുന്നുണ്ട് പക്ഷേ ഗ്രഹിക്കുന്നില്ല.
പട്ടണത്തിലേക്ക് ചെല്ലണമെന്നുണ്ട്, പക്ഷേ പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയുന്നില്ല. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാൻ പാടില്ല. പട്ടണത്തിൽ എത്തണമെന്നുണ്ട്, നിത്യമായ സ്വർഗീയ ഗിരിയിൽ എത്തണമെന്നുണ്ട്, സ്വർഗീയ സിയോൻ ഗിരിയിൽ എത്തണമെന്നുണ്ട്, സ്വർഗീയ പട്ടണത്തിൽ പ്രവേശിക്കണമെന്നുണ്ട്, സ്വർഗീയ ഉറുസ്ലേമിൽ വാസം ചെയ്യണമെന്നുണ്ട്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വഴി അറിഞ്ഞുകൂടാ. സത്യവഴി കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ തുലം ചുരുക്കമാണ്. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. പലയിടത്തും നടന്ന് ക്ഷീണിക്കുകയാണ്. പല വഴികളിലൂടെ തെന്നി തെന്നി നടന്ന് ക്ഷീണിച്ചു പോവുകയാണ്. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിഞ്ഞുകൂടാ. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നത് വായിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, നമസ്കാരങ്ങൾ ഉരുവിടുന്നുണ്ട്, ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്, പക്ഷേ അർത്ഥം ഗ്രഹിക്കുന്നില്ല, പൊരുൾ ഗ്രഹിക്കുന്നില്ല. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഷണ്ണൻ പറഞ്ഞു, ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും തേരിനോട് ചേർന്ന് നടക്കുന്ന ദൈവപുരുഷനോട് പറയുകയാണ്, അതേ ഈ ആരെങ്കിലും ഒന്ന് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാനാ? ഒന്നിങ്ങോട്ട് കയറിയിരിക്കാമോ? ദൈവദാസൻ ആ തേരിൽ കയറിയിരുന്നു. ആ തേരിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കൊടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് പട്ടണത്തിലേക്കുള്ള വഴി. യേശുക്രിസ്തുവാണ് സത്യവഴി. പട്ടണത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. അവിടെ ഫിലിപ്പോസ് ഒരു സഭയെ കാണിച്ചു കൊടുത്തില്ല, ഫിലിപ്പോസ് ഒരു പ്രസ്ഥാനത്തെ കാണിച്ചു കൊടുത്തില്ല, ഫിലിപ്പോസ് ഏതെങ്കിലും സ്ഥാപനത്തെ കാണിച്ചു കൊടുത്തില്ല, ഫിലിപ്പോസ് ഏതെങ്കിലും പ്രവർത്തന പദ്ധതികളെ കാണിച്ചു കൊടുത്തില്ല. ഫിലിപ്പോസ് കാണിച്ചു കൊടുത്തത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം. സുവിശേഷം ഒന്നേ ഉള്ളൂ, പല സുവിശേഷങ്ങളില്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് സുവിശേഷം. സദ്വർത്തമാനം ഒന്നേ ഉള്ളൂ, ഗുഡ് ന്യൂസ് ഒന്നേ ഉള്ളൂ, സുവിശേഷം യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. സ്നേഹിതരെ, ആ സുവിശേഷത്തിൻ്റെ വക്താവാകാനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നത്. ആ സുവിശേഷത്തിൻ്റെ പ്രയോക്താക്കളാകാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ആ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകാനാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം, ശക്തിയേറിയ വചനം, പർവ്വതങ്ങളെക്കുറിച്ചുള്ള വചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ദിവ്യ പർവ്വതങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പർവ്വതങ്ങൾ, നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പർവ്വതമാണ് എന്ന് നാം മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്തൊരു പർവ്വതത്തെക്കുറിച്ചാണ്. ഏദൻ തോട്ടം ആണോ അത് പർവ്വതമാണോ? ഏദൻ തോട്ടം പർവ്വതമാണോ? അതെ, ഏദൻ തോട്ടം പർവ്വതമാണ്. കാരണം നമുക്ക് ഏദൻ തോട്ടത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവന ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ. അത് ഹവീലാദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന പേർ. അത് അശ്ശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്താകുന്നു. തോട്ടം നനപ്പാനൊരു നദി ഏതെനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഈ പീശോൻ നദി ഏതാണ്? ഗീഹോൻ നദി ഏതാണ്? ഹിദ്ദേക്കൽ ഏതാണ്? ഫ്രാത്ത് ഏതാണ്? ഫ്രാത്ത് നദി യൂഫ്രട്ടീസ് നദിയാണ് എന്ന് ഇന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. മെസപ്പൊട്ടോമിയൻ സമതലത്തിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി. ഫ്രാത്ത് നദി യൂഫ്രട്ടീസ് നദിയാണത്. ഇറാഖിൽ കൂടി ഇന്നൊഴുകുന്ന നദിയാണ്. ഏതാണ് ഹിദ്ദേക്കൽ നദി? അത് ടൈഗ്രീസ് നദിയാണ്. അതും ഇറാഖിൽ കൂടി ഒഴുകുന്ന നദിയാണ്. ഏതാണ് ഈ പീശോൻ നദി? ഏതാണ് ഗീഹോൻ നദി? ആദിമകാല ചരിത്രകാരനായ ജോസീഫസ് പറയും ഈ ഗീഹോൻ നദി ഗംഗാനദിയാണെന്ന്. നമ്മുടെ ഭാരതഭൂമിയിലൂടെ ഒഴുകുന്നത് ഗംഗാനദിയാണെന്ന്. പീശോൻ നദി അത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തേക്ക് ഒഴുകി വരുന്ന നൈൽ നദി അല്ലെങ്കിൽ നീലനദിയാണ് എന്ന് ജോസീഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഏതുമാകട്ടെ, അപ്പോൾ ഈ ഭൂമിയിലുള്ള നദികൾ തന്നെയാണ്. അപ്പോൾ ഏതൻ തോട്ടം എവിടെയാണ്? ഏതൻ പർവ്വതം എവിടെയാണ്? അത് ഈ ഭൂമിയിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അന്ന് ഈ 5 മഹാഭൂഖണ്ഡങ്ങൾ വേർതിരിഞ്ഞിട്ടില്ല. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷമാണ് ഈ ഭൂമിയിൽ വിള്ളലുകളുണ്ടായതും വിഭവശേഷി ഭൂതലത്തിലൂടെ ഒഴുകിക്കലർന്ന് ദേശങ്ങളെ വിഭജിച്ചതും. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വലിയൊരു പ്രളയം ഉണ്ടായതിനെക്കുറിച്ചും ആ പ്രളയത്തിന് ശേഷം യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന മെഡിറ്ററേനിയൻ കടലുണ്ടായതിനെക്കുറിച്ചുമെല്ലാം പ്രസ്താവിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായുമുള്ള ഒരു വലിയ ചിന്തയാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് നെഹ്റു തരുന്നത്. പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചിലത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഗീഹോൻ നദി എന്ന് പറയുന്ന ഗംഗാനദിക്കും പീശോൻ നദി എന്ന് പറയുന്ന നൈൽ നദിക്കും ഇടയ്ക്കുള്ള സമതല ഭാഗം മുഴുവനുമാണ് അന്നത്തെ ആ പ്രദേശത്ത് എവിടെയോ ആണ് അന്നത്തെ ഏദൻ തോട്ടം എന്ന് ജോസീഫസ് കരുതുന്നു. ചരിത്രകാരന്മാർ പലരും അതിനെ കരുതുകയും പലരും അത് സത്യമാണ് എന്ന് അനേകമനേകം ചരിത്രപരമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തുമാകട്ടെ, ഏദൻ തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാശ്മീർ ആണ് എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരും ജ്ഞാനികളുമുണ്ട്, ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രജ്ഞന്മാരുമുണ്ട്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു തോട്ടമാണ് ഏദൻ തോട്ടം. ഒരു വലിയൊരു പർവ്വതമാണ് ഏദൻ തോട്ടം. അല്ലാതെ സ്വർഗത്തിലെ പർദീസയാണ്, അത് ഭൂമിയിലല്ല എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. അതിൻ്റെ സാങ്കത്യത്തിലേക്കോ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കോ ശാസ്ത്രീയമായ വിശകലനത്തിലേക്കോ പോകുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ വായിച്ച് മനസ്സിലാക്കി, ഭൂമിയിൽ തന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയ, ദൈവം നിർമ്മിച്ചതായ ഒരു മനോഹരമായ പൂന്തോപ്പാണ്, മനോഹരമായ ഉദ്യാനമാണ് ഏദൻ. ദൈവത്തിന് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം അവിടെ സൃഷ്ടിച്ചാക്കി. ഈ മനുഷ്യനെ ദൈവം അവിടെ ആക്കി, മനുഷ്യനെ ദൈവത്തോട് സാദൃശ്യമുള്ളവനാക്കി സൃഷ്ടിച്ച്, ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും എന്ന ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനാക്കി സൃഷ്ടിച്ച്, ദൈവത്തിൻ്റെ പ്രകൃതമുള്ളവനായി സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയും പാപം ചെയ്യുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പൈശാചികൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയും സാത്താൻ്റെ വചനം കൈക്കൊള്ളുകയും ചെയ്തു. ആദ്യ മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ അപകടം ദൈവത്തിൻ്റെ വചനം നിൽക്കെ പൈശാചികൻ്റെ വചനത്തിന് ചെവി കൊടുത്തു എന്നുള്ളതാണ്. ഒരു വശത്ത് ദൈവത്തിൻ്റെ വചനം, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവത്തിൻ്റെ വചനം. അതേസമയം സാത്താൻ പറയുന്നു, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്ന്. 2 ശബ്ദങ്ങൾ, 2 വചനങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റേത്, മറ്റേത് സാത്താൻ്റേത്, പരസ്പര വിരുദ്ധമായ 2 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആദിമ മനുഷ്യൻ സാത്താൻ്റെ വചനത്തിന് ചെവി കൊടുത്തുപോയി. ആദിമ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ പുറന്തള്ളിപ്പോയി. അവിടെ വീഴ്ചയായി, അവിടെ അധപ്പതനമായി. എന്ന് ദൈവവചനത്തെ ധിക്കരിക്കുന്നു, എന്ന് ദൈവവചനത്തെ ലംഘിക്കുന്നു, എന്ന് ദൈവവചനത്തെ അനുസരിക്കാതിരിക്കുന്നുവോ അവിടെ സാത്താൻ ജയമെടുക്കും, പൈശാചികൻ്റെ ഇച്ഛ നിറവേറും. സഹോദരങ്ങളെ, ഏദൻ തോട്ടം പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഏദൻ തോട്ടം അത് നമുക്ക് തരുന്ന പാഠം എന്താണ്? ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ പിശാചിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്തു. തന്മൂലം പാപം അവനിൽ കടന്നു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു എന്ന് റോമർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു.
ഏകൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകമനുഷ്യനായ ആദാം മൂലം, ഒന്നാം ആദാം മൂലം പാപം ലോകത്തിൽ കടന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു എന്ന് റോമർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദമായി വിവരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഏദൻ തോട്ടം ആദ്യ മനുഷ്യൻ ഹവീലാദേശം ഒക്കെയും ചുറ്റുന്ന പീശോൻ ഗീഹോൻ ഹിദ്ദേക്കൽ ഫ്രാത്ത് എന്ന നദി ഒഴുകുന്ന തോട്ടം നനയ്ക്കുന്ന നദീതീരത്തിന് നിരസിച്ച ആദ്യ മനുഷ്യൻ, ആ സ്വർഗീയ നീരുറവ കണ്ട് ആനന്ദിച്ചിരുന്ന മനുഷ്യൻ, അവൻ തോട്ടത്തിൽ നിന്ന് കണ്ണുനീരിൻ്റെ ഉറവയോടെ ഇറങ്ങി മാറി. എന്നാൽ ഒന്നാം മനുഷ്യൻ ഇറങ്ങി മാറിയിടത്ത് രണ്ടാം ആദാം കുരിശിന്മേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. ദൈവത്തിൻ്റെ ജീവജലം, ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ ജീവജലം പകർന്നു കിട്ടിയ ഏദൻ തോട്ടത്തിൻ്റെ മധുരമയും ഏദൻ തോട്ടത്തിൻ്റെ ആസ്വാദ്യതയും എല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ ഏദൻ തോട്ടം വിട്ട് ഇറങ്ങി. ആ ഏദൻ്റെ പർദീസായുടെ സൗഭാഗ്യത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ കർത്താവായ യേശുക്രിസ്തു രണ്ടാം ആദാം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് തോന്നുമാറ് ക്രൂശിന്മേൽ കിടന്ന് ഏങ്ങലടിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒന്നോർക്കൂ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ മാനിക്കൂ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കൂ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ കൈക്കൊള്ളൂ, ദൈവവചനത്തിൽ നിങ്ങൾ ചെവി കൊടുക്കൂ. ദൈവവചനം അത് തേനിലും തേൻകട്ടയിലും മധുരമായ ദൈവത്തിൻ്റെ വചനം. കർത്താവേ, എൻ്റെ ഹൃദയത്തോട് നീ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കൂ. വചനം, മധുരമായ വചനം, ജീവദായകമായ വചനം, പാപിയെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, കൊള്ളരുതാത്ത സ്വഭാവങ്ങൾ മാറ്റി സ്വഭാവ സംശുദ്ധി തരുന്നതായ വചനം. പാപിയായ മനുഷ്യന് പിശാചിൻ്റെ സ്വഭാവം ലഭിച്ചപ്പോൾ പിശാചിൻ്റെ സ്വഭാവം മാറ്റി അവനെ ദൈവത്തിൻ്റെ സ്വഭാവമാക്കി തീർക്കുന്ന വചനം. ദൈവത്തിൻ്റെ വചനം ചെവിക്കൊള്ളൂ. സഹോദരങ്ങളെ, കോപം മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുമ്പോൾ. അശുദ്ധി മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുമ്പോൾ. മദ്യപാനം, പുകവലി, ചീട്ടുകളി, വെറിക്കൂത്ത്, സിനിമ മുതലായ ദുശീലങ്ങൾ മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ജീവിക്കുമ്പോൾ. നാം യത്നിച്ചാലൊന്നും പോവില്ല. വചനം ക്രിസ്തുവാണ്, വചനം ജീവനാണ്, വചനം വെളിച്ചമാണ്, വചനം പ്രകാശമാണ്. ആ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അന്ധകാരശക്തി ഇറങ്ങിപ്പോകും. വെളിച്ചം ഉദിക്കുമ്പോൾ ഇരുൾ മാറുമെന്ന് പറഞ്ഞതുപോലെ തിരുവചനം ഉള്ളിൽ കടക്കുമ്പോൾ ദുസ്വഭാവങ്ങൾ തെറിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ പാപങ്ങളിലും മുഴുകി ദൈവത്തെയും ദൈവവേലയെയും ധിക്കരിച്ച് കുടുംബത്തിൽ സ്വൈര്യം കൊടുക്കാതെ മാതാപിതാക്കൾക്ക് തലവേദനയായി, ഭാര്യയ്ക്ക് തോരാക്കണ്ണീരായി, മക്കൾക്ക് തീരാ ശാപമായി കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട ദൈവദാസൻ ഭാഗ്യവശാൽ മാനസാന്തരപ്പെട്ടു. വചനം കേട്ടു, കേട്ട വചനം ഉള്ളിൽ കൈക്കൊണ്ടു. വചനമനുസരിക്കാൻ ഭാഗ്യവശാൽ ഒരു ഭാഗ്യം ലഭിച്ചു. ഭാഗ്യം, ഫലമോ? സ്വഭാവം മാറി. കോപിഷ്ഠനായ മനുഷ്യൻ്റെ കോപം മാറി. ചാടിക്കടിച്ച് കോപിക്കുന്ന മനുഷ്യൻ്റെ കോപം മാറി. പെട്ടെന്ന് ക്ഷിപ്രകോപിയായ മനുഷ്യൻ ശാന്തശീലനായി മാറി. ആരെന്ത് പറഞ്ഞാലും വഴക്കില്ലാത്തൊരു മനുഷ്യനായി മാറി. കുടുംബം സ്വൈര്യമായി, ഭാര്യയ്ക്ക് സമാധാനമായി, മക്കൾക്ക് ശാന്തിയായി, മക്കൾ അഭിവൃദ്ധിപ്പെട്ടു. ഇന്ന് നല്ല ശമ്പളം വാങ്ങുന്ന മക്കളായി അവരെങ്ങനെ സമാധാനമായി കഴിയുന്നു? എങ്ങനെ? എന്താണ് കാരണം? ദൈവം അഭിവൃദ്ധി കൊടുത്തു. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. സഹോദരങ്ങളെ, ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിപ്പീൻ, ഞാൻ വചനത്തെ മാനിക്കുന്നുണ്ടോ? ഏദൻ തോട്ടം വചനത്തെ മാനിക്കാതെ പോയ മനുഷ്യൻ്റെ വീഴ്ചയെ കാണിക്കുന്നു. ആദാം ഏങ്ങലടിച്ച് കരഞ്ഞു. ആദാം വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്നു. സ്വർഗത്തിലെ ദൈവം വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മരങ്ങളുടെ ഇടയിലൂടെ ദൈവം ആദാമേന്ന് വിളിച്ചുകൊണ്ട് നടന്നു. നീ എവിടേന്ന് വിളിച്ചുകൊണ്ട് നടന്നു.
മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് നടന്നു. മനുഷ്യനെ ദൈവം വിളിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. നീ എവിടെ? വേദപുസ്തകത്തിലെ ഒന്നാമത്തെ ചോദ്യം അതാണ്, നീ എവിടെ? ഏദൻ തോട്ടം പഠിപ്പിക്കുന്ന പാഠം അതാണ്, നീ എവിടെ എന്ന് വിളിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അദമ്യമായ ദാഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ദൈവം നിങ്ങൾ വിളിക്കുന്നുണ്ട്. നീ എവിടെ മോനെ? നീ എവിടെ മറഞ്ഞിരിക്കുന്നു? നീ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? നീ ഏത് മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു? സക്കായി മരത്തിൻ്റെ കൊമ്പിൽ ഒളിച്ചിരുന്നു. ക്രിസ്തു വിളിച്ചു, സക്കായിയെ നീ വേഗം ഇറങ്ങി വായി, നീ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പലയിടത്തും മറഞ്ഞിരിക്കുന്നവരുണ്ട്. മരക്കൊമ്പ് എന്താണ്? മറഞ്ഞിരിക്കുന്ന മരക്കൊമ്പ് എന്താണ്? മകനെ, നിൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന മരക്കൊമ്പ് ഏതാണ്? ചിലപ്പോൾ ഒരു കൊള്ളരുതാത്ത ജീവിതമായിരിക്കും, ചിലപ്പോൾ ഒരു മോഷണമായിരിക്കും, ചിലപ്പോൾ കലഹ സ്വഭാവമായിരിക്കും, ചിലപ്പോൾ വൈരാഗ്യമായിരിക്കും, ചിലപ്പോൾ പകയും വിദ്വേഷവുമായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളോടുള്ള അനുസരണക്കേടായിരിക്കും, ചിലപ്പോൾ നിനക്ക് പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതമായിരിക്കും, പൊട്ടിത്തെറിക്കുന്ന കോപപ്രകൃതിയായിരിക്കും. ദൈവപൈതലേ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നീ മറഞ്ഞിരിക്കുന്ന പാപമേതാണ്? പല പാപങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവമുമ്പിലേക്ക് വരാൻ ധൈര്യമില്ല, ദൈവസന്നിധിയിലേക്ക് വരാൻ ഭയമാണ്. ആദാം മറഞ്ഞിരുന്നു, ദൈവം വിളിച്ചു. പിതാക്കന്മാർ പണ്ട് പാടി, ദൈവം സൃഷ്ടിച്ചു ആദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി, മൺമയൻ ഉദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടുന്നത് കാണുവാൻ മാലാഖമാർ നോക്കി നിന്നു. മാലാഖമാർ നോക്കി നിന്നു. ഈറേ മാലാഖമാർ, സ്വർഗീയ ഗണങ്ങൾ, ഈ മനുഷ്യൻ്റെ അഭിവൃദ്ധി ഐശ്വര്യത്തിൽ അവർ അസൂയാലുക്കളായി കൂറുന്നു. ഈറേന്മാർ മണ്ണിന് ഉയർച്ചയിൽ ആശ്ചര്യം എന്നാണ് പിതാക്കന്മാർ പാടിയത്. ഈറേന്മാർ മണ്ണിൻ്റെ ഉയർച്ചയിൽ ആശ്ചര്യം കൂറി. മൺമയനായ മനുഷ്യൻ എന്തൊരു അഭിവൃദ്ധി എന്ന് ആശ്ചര്യം കൂറിയിരുന്ന മാലാഖമാർ ഇപ്പോൾ ഇതാ അത്ഭുതത്തോടെ നോക്കി സങ്കടത്തോടെ വിതുമ്പി. കാരണം മനുഷ്യൻ വീണുപോയി. ഏദൻ തോട്ടത്തിൽ നിരാശയോടെ ദുഃഖത്തോടെ വിഷാദ വിവശരായി ആദിമ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത് സ്വർഗം വേദനയോടെ കണ്ടു, മാലാഖമാർ അതിവേദനയോടെ കണ്ടു, ദൈവം ദുഃഖത്തോടെ കണ്ടു. സ്നേഹിത, ഓർക്കൂ, നീ ഏദൻ തോട്ടത്തിൻ്റെ മധുരമയിൽ ജീവിച്ചവനാണോ? ഒരു കാലത്ത് നല്ല ആത്മീയ സൗഭാഗ്യം നിനക്കുണ്ടായിരുന്നോ? ഒരു കാലത്ത് സ്നേഹം നിനക്കുണ്ടായിരുന്നോ? ഒരു കാലത്ത് വിശ്വാസം നിനക്കുണ്ടായിരുന്നോ? ഒരു കാലത്ത് ജീവിത വിശുദ്ധി നിനക്കുണ്ടായിരുന്നോ? ഒരു കാലത്ത് സമർപ്പണ ജീവിതം നിനക്കുണ്ടായിരുന്നോ? ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾ അനേകർക്ക് ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നു, അനേകർക്ക് നല്ല ആഴമേറിയ സമർപ്പണം ഉണ്ടായിരുന്നു. മരിക്കുന്ന നിമിഷം വരെയും ഞാൻ വിശുദ്ധനായി നിൽക്കുമെന്ന് വാക്ക് പറഞ്ഞവർ അനേകർ ഇവിടെ ഇരിപ്പില്ലേ? മരണം വരെയും, മൂക്കിൽ ജീവശ്വാസമുള്ള കാലം വരെയും പാപം തൊടുകയില്ലെന്ന് പറഞ്ഞവരുടെ ഇരിപ്പില്ലേ? എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തീരുമാനങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ സമർപ്പണങ്ങൾ എവിടെ പോയി? ദൈവത്തോട് പറഞ്ഞ വാക്ക്, മോനെ നീ എവിടെയാണ് ലംഘിച്ചത്? ഏദൻ തോട്ടത്തിൻ്റെ അതിരുകളിൽ നീ പുറത്തു പോയല്ലോ. ദൈവ സാന്നിധ്യത്തിൽ നീ അകന്നുപോയല്ലോ. ദൈവത്തോടുള്ള സഹിത്വത്തിൽ നീ വിട്ടുപോയല്ലോ. ദൈവ സംസർഗത്തിൽ നീ അകന്നുപോയല്ലോ. ദൈവകൃപയിൽ നിന്ന് നീ വീണുപോയല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം ആദ്യവാക്യങ്ങൾ പറയുന്ന പോലെ ദൈവകൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ സഭ ദൈവകൃപയിൽ നിന്ന് വീണുപോയി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ദൈവകൃപയിൽ നിന്ന് വീണുപോയി അനേകം ദൈവമക്കൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ എന്തു പറയുന്നു? ഇന്ന് നിങ്ങൾ ഏദൻ തോട്ടത്തിനുള്ളിലോ അതോ ഏദൻ തോട്ടത്തിന് പുറത്തോ? വചനം അനുസരിക്കുന്നവരുടെ കൂടെയോ വചനത്തെ ലംഘിക്കുന്നവരുടെ കൂടെയോ വചനത്തെ ചോദ്യം ചെയ്തവരുടെ കൂടെയോ പൈശാചികൻ്റെ ആലോചനയ്ക്ക് വഴിപ്പെട്ടോ നിങ്ങൾ ഇന്ന് പോകുന്നത്? അതോ ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും ആരാധിച്ചും നിങ്ങൾ പോകുന്നുവോ? വചനം ക്രിസ്തുവാണ്. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുവിനെ അനുസരിക്കുന്നതൊരു പദവിയാണ്. കണ്ണുമടച്ചങ്ങ് പിൻചെല്ലുന്നതൊരു പദവിയാണ്. കണ്ണുമടച്ച് അനുസരിക്കുന്നൊരു ഭാഗ്യമാണ്. അതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. അടുത്ത പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞുകൊള്ളാം. ഈ യേശുവിനെ അനുസരിക്കുന്നത്, യേശുവിനോട് ചേർന്ന് നടക്കുന്നത്, യേശുവിനെ ആരാധിക്കുന്നത്, യേശുവിനോട് നന്ദി കരയറ്റുന്നത്, യേശുവിനെ സ്തുതിക്കുന്നത്, യേശുവിനായ ജീവിതം വേർതിരിക്കുന്നത്, മുഴുവനായി യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ സഹിത്വത്തിൽ ജീവിതം പകലും രാവും ജീവിക്കുന്നത്, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുന്നത്. വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. എന്തുകൊണ്ട് ഈ തലമുറയിൽ നമുക്ക് യേശുവിൻ്റെ കൂടെ നടന്നുകൂടാ? വിശുദ്ധന്മാർ യേശുവിൻ്റെ കൂടെ നടന്നു, നമുക്കും എന്തുകൊണ്ട് നടന്നുകൂടാ? ഈ യേശുവിൻ്റെ കൂടെ എനിക്കും നടക്കണം, എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുങ്ങൂ. യേശുവിൻ്റെ കൂടെ ഞാൻ ഇന്നു മുതൽ നടക്കും. എൻ്റെ പാവവഴികളോട് യാത്ര പറയും.
ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയുടെ ജീവിതം തുടങ്ങും. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കും. എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകൻ്റെ കൂടെ നടക്കും. അവൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര അണിഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ ഞാൻ നടക്കും. അവൻ്റെ തിരുരക്തത്തിൻ്റെ ആ അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് ഞാൻ അവനോട് ചേർന്ന് നടക്കും. അവൻ്റെ കരം എന്നെ പിടിക്കും. ഞാൻ അവനോടുകൂടെ നിത്യതയിലേക്ക് ചെന്ന് അവിടെ വാഴും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹര സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദാദാ, നിന്റെ കൂടെ നടക്കുവാൻ, ഏദൻ തോട്ടത്തിന്റെ സന്തോഷ സൗഭാഗ്യങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്ത്രീയുടെ സന്തതി ഈ പാമ്പിന്റെ തല ചതച്ചു എന്നുള്ള അത്ഭുത വാർത്ത കേൾക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു പുതിയ ജീവിത പാത കാണിച്ചു കൊടുക്കണമേ. പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ. പാപ വഴികളോട് യാത്ര പറയുവാനും പൈശാചികന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിക്കാതെ യേശുക്രിസ്തുവിന്റെ വഴിയിലൂടെ നടപ്പാനും നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. രോഗത്തിൽ വലയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ബാധകളിൽ ഉഴലുന്നവരെ കരയേറ്റണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥന്റെ അൻപുള്ള നാമത്തിൽ തന്നെ.